ചില സന്തോഷങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുക തന്നെ വേണമല്ലേ. ആ ഒരു സന്തോഷം എനിക്ക് എൻ്റെ ചാർലിയുടെ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. നീ നിലത്തേക്കിട്. അതന്നെ പവർ കാണിച്ചു കൊടുക്ക്. പോയി ഓടി ജീവനം കൊണ്ട്. ചാർലിനെ നമ്മൾ വാങ്ങിച്ചിട്ട് 1 വർഷം ആവാനാണ് കേട്ടോ പോണത്. ഫെബ്രുവരി 22-ാം തീയതിയാണ് മൂപ്പരാളെ പിറന്നാൾ. ജനിച്ചിട്ട് 2 മാസം കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ജനിച്ച് 2 മാസം കഴിഞ്ഞപ്പോഴാണ് അവളെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയ ദിവസമാണ് അവളുടെ പിറന്നാൾ കേട്ടോ. ഇത് നമ്മുടെ അച്ഛൻ്റെ അമ്മയിലത്തെ ഡയലോഗായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുമായിരിക്കുമെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ എന്ന് കിട്ടിയോ അന്നാണ് അവൾ നമ്മുടെ കുട്ടിയായിട്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അന്ന് തൊട്ട് അവൾക്ക് അവളുടെ പിറന്നാൾ നമുക്ക് അങ്ങോട്ട് ആഘോഷിക്കാം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ചില സന്തോഷങ്ങളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുക തന്നെ വേണം. അങ്ങനെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു സന്തോഷത്തിലേക്കാണ് കേട്ടോ ഈ പോകുന്നത്. ഇൻസോംനിയ, നമ്മുടെ ആദിയുടെ, അതായത് മെൻ്റലിസ്റ്റ് ആദിയുടെ ഷോ കേട്ടോ. കുറേ നാളുകളായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഷോ. ഞാൻ ഈ 2026 എനിക്ക് കുറച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കണം എന്ന് വിചാരിച്ചതിൽ ഒരു കാര്യം ഞാനിന്ന് നേടി അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ നമുക്ക് വാക്കുകളിൽ ഒതുങ്ങി നിൽക്കൂല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഷോ ആയിരുന്നു കേട്ടോ ഇത്. തികച്ചും ഞാൻ ഈ സാധാരണ റീൽസൊക്കെ ഇതിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ ഒരു ഷോയ്ക്ക് വന്നപ്പോൾ. നമ്മൾ കാണുന്നതൊന്നും അല്ല റിയാലിറ്റി. അതായത് നമ്മൾ റീൽസിൽ കാണുമ്പോൾ വിചാരിക്കും ഇന്നതാണ് ഷോ എന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതൊന്നും അല്ലാന്നേ, ഇത് വേറെ ഏതോ ഒരു സംഭവമാണ്. അവിടെ നമുക്ക് അങ്ങനെ സെലിബ്രിറ്റീസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സംവിധായകൻ ജിസ് ജോയ്, ആളാണ് ഇതിൻ്റെ പ്രോഗ്രാം ഡയറക്ടറായിട്ട് വരുന്നത്. പിന്നെ ജയരാജ് വാര്യർ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പ്രോഗ്രാം തുടങ്ങുന്നതിനെക്കാട്ടും മുന്നേ തന്നെ അവർ പറയുന്നുണ്ട് മൊബൈൽ, വാച്ച് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതായത് നമുക്ക് അവരുടെ ഷോ ഒന്നും എടുക്കാൻ സാധിക്കില്ല. എടുക്കുന്നതിൽ അർത്ഥമില്ല കേട്ടോ. നമുക്ക് ആ ഒരു ഷോ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എൻ്റർടൈൻ അല്ല, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല മൊബൈലും വാച്ചൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ. കാരണം ഇത് കണ്ണു വെട്ടാണ്ട് നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു ഷോയാണ്. 11:30 ഷോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങി. പക്ഷെ അത്രയും നേരത്തോടെ ഇറങ്ങിയത് എന്തിനാണെന്ന് ഏട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അത്രയും നേരത്തോടെ ഇറങ്ങണം, നമുക്കവിടെ ടിക്കറ്റ് കിട്ടണം, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി നേരത്തോടെ ഇറങ്ങുക, ടിക്കറ്റൊക്കെ കളക്ട് ചെയ്യുക, നല്ലൊരു സീറ്റ് നോക്കിയിട്ട് പോയി ഇരിക്കുക. അത്രയും ഹമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ കേട്ടോ. കാരണം അവിടെ വന്നിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും, അതായത് 1000 പേരുടെ ഷോ ആണെങ്കിൽ അതിലൊരു 900 പേരും വന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. അത്രയും ആൾക്കാരെടുത്ത് അത്രയും സ്നേഹത്തോടു കൂടി ചിരിച്ച മുഖമായിട്ട് നിന്ന് ആൾ സംസാരിച്ച് ഫോട്ടോ എടുത്തിട്ടൊക്കെയാണ് കേട്ടോ പോണത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 3:30 ആയിട്ടുണ്ടായിരുന്നു. വിശന്ന് പണ്ടാറടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്സ് മോളിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കുള്ളത് പാഴ്സലും വാങ്ങി. അതുകൂടാതെ ഒരു ചായയും കൂടെ കുടിക്കാൻ തോന്നി. ചായ അല്ല കേട്ടോ, അതായത് ഫിൽറ്റർ കോഫി കുടിക്കാൻ തോന്നിയപ്പോൾ തോംസൺ കാസയിൽ കയറിയിട്ട് ഒരു കോഫിയും കൂടെ കുടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരാമെന്ന് പറയുന്നൊരു പ്രശ്നം ഭയങ്കര കൂടുതലാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ കണ്ണൊക്കെ അടയാണ്ട്, അതായത് വണ്ടിയിൽ ആരെങ്കിലും ഉണ്ട്, പിള്ളേരൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങി തന്നെയില്ല. കാരണം സംസാരിച്ചിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റിയാൽ ഞാൻ അങ്ങനെ സംസാരിച്ചിരിക്കും. മൊബൈലൊക്കെ ഓണാക്കി വെച്ചാലും എനിക്ക് ഉറക്കം വരും കേട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ ഒരുവിധം കൺട്രോൾ ചെയ്ത് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും പിള്ളേർക്ക് തൈപ്പോയത്തിന് പോകണം. കാരണം ഇന്നലെ ഇരുന്നല്ലോ തൈപ്പോയി, ഇന്നലെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഷോയും വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കാലത്തെ പോയ വിശേഷങ്ങളൊന്നും എനിക്ക് അറിയാൻ സാധിച്ചില്ല. വൈകുന്നേരം ഞങ്ങൾ പോയി കേട്ടോ. സന്ധ്യ നേരത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒറ്റ ആന ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒറ്റ ആനപ്പൂരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 9:30 ആയപ്പോഴാണ് നമ്മുടെ കാവടികൾ വീണ്ടും അമ്പലപ്പറമ്പിലേക്ക് എത്തുന്നത്. കാലത്തുണ്ടായിരുന്നു, അതേപോലെ തന്നെ വൈകിട്ടും ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കാവടിപ്പൂയം
വൈകിട്ട് കാണുന്നത്. നമ്മൾ ജസ്റ്റ് വന്ന് പോവാറൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അത് കഴിയണ വരെ കണ്ട് ആസ്വദിക്കാൻ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. പകൽ പൂയത്തിനെക്കാട്ടും എനിക്ക് ഇഷ്ടമായത് രാത്രിക്കലത്തെയാണ് കേട്ടോ. കാരണം ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു എന്താ പറയുക, സാധാരണ ഞാൻ എൻ്റെ അനിയന്മാരെയൊക്കെ കുറേ കളിയാക്കാറുണ്ട്, എന്താണ് ഈ പൂരം പൂയം ആന എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കണേന്ന്. പക്ഷെ നമ്മൾക്ക് ആ ഒരു വൈബ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ അതൊരു ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഈ പൂയം പൂരൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആകെ ഒരു വിഷമം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതൊന്ന് വോയിസ് കൊടുത്ത് ഇടാൻ നമ്മുടെ യൂട്യൂബ് സമ്മതിക്കില്ല. കാരണം കോപ്പിറൈറ്റ് സംഭവം. പണ്ടൊക്കെ അമ്മൂട്ടീനോട് ഞാൻ പറയും ഇങ്ങനെ പൂരൊക്കെ ആകുമ്പോൾ പോയി തുള്ളിക്കോ, ആർമാദിക്കേ, സന്തോഷിക്കേ എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് നാണക്കേടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം മൂപ്പരയാൾ അത് എന്താ പറയുക, അങ്ങനെ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറയില്ലേ, അവളുടെ ഫുൾ സന്തോഷവും അല്ലെങ്കിൽ ആ ഒരു എനിക്കറിയില്ല അമ്മൂട്ടി വലുതായി വരുമ്പോഴൊരു മാറ്റം എന്ന് പറയുന്നത് കേട്ടോ. ആയിരങ്ങണി പൂരത്തിന് ഫുൾ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊപ്പം ആയിരിക്കും കറങ്ങാൻ പോവുക, അതായത് പൂരം കാണാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല നടക്കുമോ എന്നുള്ള കാര്യമൊക്കെ. ഞാൻ പറഞ്ഞു നീ പൊക്കോ, നീ സന്തോഷിച്ചിട്ട് പോയ, കാരണം ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലേ കിട്ടണുള്ളൂ അല്ലേ. അപ്പോൾ ആ അവസരങ്ങളൊക്കെ മിസ് ചെയ്യാണ്ടിരിക്കുക. വന്ന എല്ലാ ക്ലബ്ബുകാരുടെയും പോയ വിശേഷങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം. നമ്മൾ ആദ്യമായിട്ട് വൈകുന്നേരം കാണുന്നതുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ പൊക്കളങ്ങര പൂരാകുമ്പോൾ നമ്മുടെ പടിഞ്ഞാറേ പറമ്പിൽ ഗാനമേള വെക്കും കേട്ടോ. ഓരോ പാട്ട് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒന്ന് ആടാനും തുള്ളാനൊക്കെ തോന്നുമ്പോൾ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്തിങ്ങനെ ഇരിക്കല്ലേ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയൊന്നുമല്ല. അവർക്ക് തോന്നുന്ന എന്താണോ, അവരുടെ സന്തോഷം എന്താണോ, അത് പെൺപിള്ളേരെ കാര്യമാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത്. അവരുടെ പേരൻസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതും ആ ഒരു കാര്യത്തിന്. പണ്ടൊക്കെ ഒരു പെൺകുട്ടി പൂരത്തിന് പോയിട്ട് തുള്ള എന്നൊക്കെ പറയുമ്പോൾ ഇതേപോലെ ആണുങ്ങൾ തുള്ളുന്ന പോലെ തുള്ള എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണല്ലേ. നമുക്ക് എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും കടിച്ചു പിടിച്ച് സഹിച്ച് നിൽക്കണം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അവർക്ക് അവരുടെ ആ ഒരു എന്താ പറയുക, എല്ലാ സന്തോഷങ്ങളും ഇറക്കി വെക്കാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോൾ കുട്ടികൾ എന്നല്ല കേട്ടോ, അമ്മമാരടക്കം അവരെ അച്ഛന്മാരടക്കം ഫാമിലി മൊത്തം നിന്ന് ഫുൾ സെറ്റപ്പിൽ ഇങ്ങനെ ആടിക്കളിക്കുക എന്നൊക്കെ പറയുന്നത്, അതൊരു പൂരത്തിനൊക്കെ പോയിട്ട് എന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. എനിക്കൊക്കെ ഇപ്പോഴും ആഗ്രഹം ഉണ്ടെങ്കിലും കൂടിയിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള ഓരോരോ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നതും എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ടൊക്കെ അത് ആസ്വദിക്കുന്നതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അതേപോലെ ഓരോരോ കലാരൂപങ്ങൾ നമ്മുടെ പിള്ളേരെ മുന്നിലേക്ക് അവർക്ക് അങ്ങനെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതൊക്കെ